പ്രിയമുള്ളവരെ നമസ്കാരം. ഞാൻ മനുഷ്യരഞ്ജിത്താണ്. ഉച്ചയായപ്പോൾ വിശന്നു. എന്നാൽ ഒരു ഹോട്ടലിൽ കയറാമെന്നായിരുന്നു. അത് നവനീതം എന്ന പേര്. വണ്ടന്നൂർ എന്ന് പറയുന്ന സ്ഥലമാണ്. കാട്ടാക്കട നെയ്യാറ്റിങ്കര റോഡിൽ വണ്ടന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ജംഗ്ഷൻ സെൻറ്റർ നവനീതം എന്ന പേര്. വീട്ടിലെ ഊണ് എന്ന് വിചാരിച്ചൊരു ബോർഡ് കണ്ടു. നോക്കിയപ്പോൾ അതൊരു വീട് തന്നെയാണ്. കയറി അവിടെ ഇരുന്ന് ഊണ് ഓർഡർ ചെയ്തു. കീറിയ ഇല മാറ്റി പുതിയ ഇലയിൽ കറികൾ വിളമ്പി. അവിയൽ, തോരൻ, ചെടി, അച്ചാർ തുടങ്ങിയ ഐറ്റംസൊക്കെ വിളമ്പി കൊതിയോടെ ബാക്കി ഐറ്റംസിന് വേണ്ടി കാത്തിരുന്നു. വേണ്ട ആവി പറക്കുന്നത് സാമ്പാർ മീനെന്തുള്ള ചൂര മാത്രമുള്ള ചൂരൻ നവരയും എടുത്ത് നോക്കണം. വീടാണ്, അകത്തോട്ട് വീടാണ്. ഇത് 4 മാസം തുടങ്ങിയിട്ടില്ല. വണ്ടന്നൂർ അല്ലേ സ്ഥലം? എങ്ങനെയുണ്ട് തുടങ്ങിയിട്ട്? വീടാണ്, ഇത് വീടാണ്. ഉച്ചയൂണ് മാത്രമേ ഉള്ളൂ, ഇലയിൽ കൊണ്ട് മാത്രം. ആർക്കും പ്ലേറ്റിൽ വേണ്ട, ഇലയിലേ കഴിക്കുള്ളൂ. മീൻ, സാറിന് മീൻ എന്തൊക്കെയാണ് ഉണ്ടാവുള്ളൂ? ഇതൊക്കെ ഉണ്ട്, ഒന്നും ആയില്ല. അപ്പം ഞങ്ങൾ നേരത്തെ ആയിപ്പോയി. ഞങ്ങൾ ഇച്ചിരി വെയിറ്റ് ചെയ്താൽ കിട്ടുമായിരുന്നല്ലേ? ഞാൻ പറയണ്ടേ, ഞാൻ അതാ ഇവിടെ കസേരയൊക്കെ ഉണ്ടല്ലോ, പത്രം വായിച്ചോണ്ടിരുന്നതിനല്ലേ ഞങ്ങൾ. കഴിച്ചു കഴിഞ്ഞിട്ട് ഇരിക്കാൻ വേണമെങ്കിൽ പത്രം വായിച്ചോണ്ടിരിക്കാൻ അവിടെ സ്ഥലമുണ്ട്. എനിക്ക് പപ്പടം വേണ്ട. ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ജാടയ്ക്ക് പത്രം വായിക്കുന്ന ശീലമൊന്നും ഇല്ലെങ്കിലും പത്രമൊക്കെ ഒന്ന് മറിച്ച് നോക്കാൻ 1-2 ന്യൂസ് പേപ്പർ അവിടെ കിടപ്പുണ്ട്. ഇനി ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ തിരക്കാണെങ്കിൽ ആരിൽ ഒഴിയുന്നത് വരെയും വായിച്ച് നോക്കാൻ ആ പത്രം മതി. അങ്ങനെ ഞാൻ പത്രം വായിക്കുന്ന ശീലമുള്ളതുകൊണ്ട് ഒന്ന് മറിച്ച് നോക്കി. പ്രധാന വാർത്തകൾ എന്തെങ്കിലും ഉണ്ടോ? കാര്യമായിട്ടൊന്നും കിട്ടിയില്ലെന്ന് തോന്നുന്നു. ഞാൻ ബില്ലടയ്ക്കാനുള്ള ശ്രമം തുടങ്ങി. എത്രയായി? അപ്പോൾ നവനീതം എന്ന പേരെങ്ങനെയാണ്? നവനീതം എന്ന പേരെങ്ങനെയാണ്? രാവിലെ പശുവിൻ്റെ പാല് വെണ്ണ വെണ്ണയാക്കുന്ന കിട്ടും. ആ വെണ്ണയ്ക്കാണ് നവനീതം. ആ പേരാണ് നമ്മൾ ഇതിന് സെലക്ട് ചെയ്തത്. വണ്ടന്നൂർ ജംഗ്ഷൻ അല്ലേ? അപ്പോൾ 24 കിലോമീറ്റർ കട്ടാടിൽ നിന്ന് 8 കിലോ. ബാക്കി എല്ലാ ഐറ്റംസ് ശരിയായോ? ഉച്ചയ്ക്കുള്ള വിഭവങ്ങൾ എന്തൊക്കെയായിരുന്നു ഉച്ചയ്ക്കുള്ളത്? ചോറ്, അവിയൽ, തോരൻ, കിച്ചടി, അച്ചാറ്, കപ്പ, കിണത്തോരൻ, തൊലി, ചൂര, നവര എല്ലാം പിന്നെ തൈര്, കട്ടിത്തൈരാണ്. വെള്ളം ചേർക്കാതെ തൈര്, മുളക്. തൈര് നാടൻ തൈരാണ്. നാടൻ തൈര്. നമ്മൾ അപ്പോൾ ഇത്തരം സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്. 4 മാസമായി.
4 മാസം. കുഴപ്പമില്ല, നല്ല ഭക്ഷണമാണ്. വീടും അടുത്ത് വാഴയിലാണ് ഊണ്. ശരിക്കും വീട്ടിലെ ഊണ് വാഴയിലാണ് ഊണ്. വാഴയിലേ കൊടുക്കും. വേറെ പ്ലേറ്റ് വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കത്തില്ല. ഓക്കെ, സന്തോഷം.